പാർട്ടിയിലുള്ള ആളുകൾ മുഴുവൻ, പ്രത്യേകിച്ച് കർഷക സമൂഹമാണ്, ജീവനിൽ ഭയന്നാണ് ജീവിക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പ്രായമായവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പശുവിനെ കറന്നാണ് അവർ ജീവിക്കുന്നത്, പാല് വിറ്റ്. പാല് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഈ ഭീതിയിലാണ് ആന, കടുവ, പുലി, കാട്ടുപോത്ത്, കുരങ്ങ്, പന്നി, മുഴുവൻ എല്ലാ കാർഷിക വിളകളും പൂർണ്ണമായി നശിപ്പിച്ചു. പട്ടിണിയിലേക്കാണ് പോകുന്നത്. വനാതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം മുഴുവൻ ദുരിതപൂർണമായി മാറിയിട്ടും നിരന്തരമായി പരാതികളും സമരങ്ങളും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ നിസ്സംഗരായി ഇരിക്കുകയാണ് സർക്കാർ. അതുകൊണ്ട് അതിശക്തമായി അവർക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭം UDF ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മലയോരത്തെ കർഷകരുടെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള തുടക്കം കുറിക്കുക കൂടി ചെയ്യാം ഉടൻ തന്നെ. അല്ല, അവരുടെ കൂടെയാണ്, കൊലക്കേസ് പ്രതികളുടെ കൂടെയാണ്, ക്രിമിനലുകളുടെ കൂടെയാണ്. ഇപ്പം പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന ക്രിമിനലുകൾ മുഴുവൻ CPM ചേരുക. കാരണം ഏറ്റവും സേഫാണ്. SFIക്കാരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച വധശ്രമ കേസിലെ പ്രതിയെ വരെ പത്തനംതിട്ട ജില്ലയിൽ മന്ത്രിയാണ് മാലയിട്ട് സ്വീകരിച്ചത്. പദവിയും കൊടുക്കുകയാണ്, പാർട്ടിയിൽ പദവി കൊടുക്കുകയാണ് അറിയപ്പെടുന്ന ക്രിമിനലുകളെ, കാപ്പ കേസിൽ ഉൾപ്പെടെയുള്ളവരെ. അപ്പോൾ ക്രിമിനലുകളുടെ ഏറ്റവും വലിയ താവളമായി CPM മാറിയിരിക്കുകയാണ്. എന്നിട്ട് റോഡ് തടുത്തു നിർത്തി റോഡിലെ ജംഗ്ഷനിൽ വാഹനം കൊണ്ടുപോയിട്ട് വാഹനത്തിന്റെ ബോണറ്റിൽ വെച്ചാണ് ക്രിമിനലുകൾ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നത്. റോഡിന്റെ ജംഗ്ഷനിൽ ചോദിക്കാൻ ആരുമില്ല, പോലീസ് വന്ന് എസ്കോർട്ട് കൊടുക്കുകയാണ്. അല്ല, ഗുരുതരമായ പാളിച്ച, സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി എന്ന് പോലീസ് തന്നെ സമ്മതിച്ചല്ലോ. ഒന്ന്, ഇത്രയും വലിയ പരിപാടികൾ നടക്കുമ്പോൾ ആ സ്ഥലമാണ് GCDയിലെ എഞ്ചിനീയറിംഗ് വിങ് ശ്രീ ഹൈബിയുടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായി. അവരത് ശ്രദ്ധിക്കണമായിരുന്നു. വലിയ പരിപാടികൾ നടക്കുമ്പോൾ ഉള്ള സുരക്ഷാ സംവിധാനം പോലീസ് പരിശോധിക്കണം. പോലീസ് ഉത്തരവാദിത്തമില്ലേ? കളമശ്ശേരിയിൽ ഒരു അപകടം ഉണ്ടായതല്ലേ? കളമശ്ശേരിയിൽ കുസാറ്റിൽ വലിയ അപകടം ഉണ്ടായതല്ലേ? അന്നും പോലീസിൻ്റെ അനാസ്ഥയുണ്ടായിരുന്നു. ഇവിടെയും പോലീസിൻ്റെ അനാസ്ഥയുണ്ട്. 10-15,000 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ എങ്ങനെയാണ് ഇവർ ആളുകളെ കബളിപ്പിച്ച് പൈസ മേടിക്കുകയാണ് ഇതിൻ്റെ സംഘാടകർ പല പ്രാവശ്യം. എത്രയോ പരാതികൾ ആളുകൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. പോലീസ് ഒരു രീതിയിൽ അന്വേഷിക്കുന്നില്ല. ഇത്രയും തട്ടിപ്പ് പരിപാടികൾ നഗരത്തിൽ നടത്തി ആളുകളെ ചൂഷണം ചെയ്യാണ്. അപ്പോൾ പോലീസിനും GCDAക്കും എല്ലാവർക്കും, സംഘാടകർക്കും ഒക്കെ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. ഇന്നലെ ഇവിടെ മിനിസ്റ്റർ പറഞ്ഞത്, സജി ചെറിയൻ പറഞ്ഞത്, സംഘാടനത്തിൽ കുറ്റമേ ഇല്ല, കുറ്റമറ്റ സംഘാടനം. സ്റ്റേജിന്റെ കാര്യത്തിൽ പോലീസിനെ വിട്ട് അപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ കൃത്യമായ, വളരെ സുരക്ഷിതമായ സ്റ്റേജാണ്. അതിനകത്ത് ബലപ്രവർത്തനം, ഇത് രണ്ടുമാണ് ഇന്നലെ പറഞ്ഞത്. അല്ല, ഇവിടെ വന്ന് ഇതുപോലത്തെ ഒരു വലിയൊരു